നമസ്കാരം, എല്ലാവർക്കും ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബയോളജി ഇംപ്രൂവ്മെൻറ്റിൻ്റെ ക്ലാസ്സാണ്. +1 ബയോളജിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന കോൺസെപ്റ്റുകളും അതുപോലെ തന്നെ നമുക്ക് തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് അനലൈസ് ചെയ്താൽ നമുക്ക് വളരെ എളുപ്പം നല്ല ഒരു മാർക്കിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ്. നമ്മളപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത് ബയോളജിയുടെ സെക്കൻഡ് ചാപ്റ്ററായിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എനിവേ നിങ്ങൾക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫുൾ സ്കോർ, ഒരു കൃത്യമായ ഗൈഡ് ലൈൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയിട്ടുള്ള ഞങ്ങളുടെ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ എൻ്റർ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിലെ ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കി നിങ്ങൾ ഫിൽ ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ നമ്മൾ തപ്പിപ്പിടിച്ചിട്ട് അത് NCERTയിൽ ഏത് സെക്ഷനിലാണ് കിടക്കുന്നത് എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കിയാൽ ശരിക്കും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എന്ന ആ ഒരു എക്സാമിലൂടെ നമുക്ക് മുഴുവൻ സ്കോറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു കാര്യം വളരെ സിമ്പിളായിട്ട് എത്തിച്ചേരാൻ പറ്റുന്നതാണ്. എനിവേ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററായിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ആ ഒരു ചാപ്റ്ററിലെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന സെക്കൻഡ് ചാപ്റ്റർ എല്ലാവർക്കും അറിയാമല്ലോ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കുറച്ച് ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്താലേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവും എന്നൊക്കെ നമുക്ക് മനസ്സിലായി. ആദ്യമായിട്ട് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് അരിസ്റ്റോട്ടലിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അരിസ്റ്റോട്ടിൽ എന്ന സയൻറ്റിസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം. അരിസ്റ്റോട്ടിൽ പ്ലാന്റ്സിനെയും അനിമൽസിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പ്ലാന്റ്സിനെ ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്: പ്ലാന്റ്സ് ക്ലാസിഫൈഡ് ഇൻറ്റു ട്രീസ്. എന്തൊക്കെയാണ് ട്രീസ്? എല്ലാവർക്കും അറിയാമല്ലോ. ട്രീസ്, ഷ്രബുകൾ, ട്രീസ്, ഷ്രബ്സ് ആൻഡ് ഹെർബ്സ്. ട്രീസ് എന്നും ഷ്രബ് എന്നും ഹെർബ് എന്നുമാണ് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. ട്രീസ് എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന വലിയ മരങ്ങൾ, അതിലും കുറച്ചുകൂടെ സൈസ് കുറഞ്ഞതാണെങ്കിൽ ഷ്രബുകളാവും. ഏറ്റവും സൈസ് കുറഞ്ഞ പ്ലാന്റ്സിനെ ഹെർബ്സ്. അതിൻ്റെ സൈസിനെ ബേസ് ചെയ്തിട്ട് പ്ലാന്റ്സ് ക്ലാസിഫൈഡ് ഇൻറ്റു ട്രീസ്, ഷ്രബ്സ് ആൻഡ് ഹെർബ്സ്. അതുപോലെ തന്നെ അരിസ്റ്റോട്ടിൽ അനിമൽസിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അനിമൽസ് ക്ലാസിഫൈഡ് ഇൻറ്റു എനൈമ, ANAI, എനൈമ ആൻഡ് ഇനൈമ. എയും ഇയും അതേപോലെ വ്യത്യാസം. ഇനൈമ എന്താണ്? എനൈമ എന്ന് വെച്ചാൽ ഓർഗാനിസംസ് ഹാവിങ് റെഡ് ബ്ലഡ് സെൽസ്, നോട്ട് ഹാവിങ് എന്നാണ്, നോട്ട് ഹാവിങ് RBC, റെഡ് ബ്ലഡ് സെൽസ്. അപ്പോൾ ഓർഗാനിസത്തിന് റെഡ് ബ്ലഡ് സെൽസ് ഇല്ലെങ്കിൽ അതിനെ അനൈമ, ANAIMA എന്ന് ക്ലാസിഫൈ ചെയ്തു. ഇനി ഓർഗാനിസത്തിന് വിത്ത് RBC റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടെങ്കിൽ അതിനെ എനൈമ എന്ന് ക്ലാസിഫൈ ചെയ്തു. ഇതെങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ അനൈമ എന്നല്ലേ, അറിയില്ല, സോ RBC ഇല്ല. അപ്പോൾ അങ്ങനെയാണ് ഈ പേരുകൾ ഡയറക്റ്റ് NCERTയിൽ പറയുന്നതല്ല. എനിവേ ഓർഗാനിസത്തെ RBCൻ്റെ ബേസിൽ RBC ഉള്ള ഓർഗാനിസംസ് എന്നും RBC ഇല്ലാത്ത ഓർഗാനിസംസ് എന്നും ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ അങ്ങനെ എഴുതി കൊടുത്താലും മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെയാണ് അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈഡ് പ്ലാന്റ്സ് ഇൻറ്റു ട്രീസ്, shrubs and herbs, and Aristotle classified animals into the organisms having red blood cells and then that did not. അങ്ങനെ രണ്ടായിട്ടാണ് തിരിച്ചേക്കുന്നത്. അപ്പോൾ RBCൻ്റെ കേസ് മാത്രം എഴുതിയാലും മതി, ഒരു കുഴപ്പമില്ല. അടുത്ത നമ്മൾ സെക്കൻഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ എന്താ? അരിസ്റ്റോട്ടിൽ കഴിഞ്ഞിട്ട് നമുക്ക് 2 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കാനുള്ളത്. 2 കിങ്ഡം സിസ്റ്റം. 2 കിങ്ഡം എന്ന് വെച്ചാൽ എന്തൊക്കെ കിങ്ഡംസ് ആണ്? പ്ലാന്റ് കിങ്ഡം ആൻഡ് അനിമൽ കിങ്ഡം. അപ്പോൾ ഓർഗാനിസംസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു പ്ലാന്റ് കിങ്ഡം ആൻഡ് അനിമൽ കിങ്ഡം. അതുപോലെ തന്നെ 2 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റ് ആരാ? പറയൂ. കോൾ ലിനേഴ്സ് ആണ് 2 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. കോൾ ലിനേഴ്സ്. ഓക്കെ. 2 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഓർഗാനിസംസ് ക്ലാസിഫൈഡ് ഇൻറ്റു പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. അതുപോലെ തന്നെ ദി 2 കിങ്ഡം സിസ്റ്റം ഇറ്റ് പ്രപ്പോസ്ഡ് ബൈ ദി സയൻറ്റിസ്റ്റ് കോൾ ലിനേഴ്സ്. 2 കിങ്ഡം സിസ്റ്റത്തിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. ആ ഡിസഡ്വാൻറ്റേജസ് ആണ് അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഡ്രോബാക്സ് എന്ന് പറയാം. എന്തൊക്കെയാണ് 2 കിങ്ഡം സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷനിലെ ഡ്രോബാക്കുകൾ, പോരായ്മകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, it does not distinguish between it
did not distinguish between എന്തിനെയൊക്കെയാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാത്തത്? ഇറ്റ് ഡിഡ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രോകാരിയോട്ട് ആൻഡ് യൂകാരിയോട്ട്. പ്രോകാരിയോട്ട് ആൻഡ് യൂകാരിയോട്ടുകളെന്നോ അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഇല്ലായിരുന്നു, തരംതിരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആൻഡ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ്. And the third one, photosynthetic algae and non-photosynthetic fungus. അപ്പോൾ ടു കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ കോൾ ലിനേസ് എന്ന സയൻറ്റിസ്റ്റാണ് അത് കൊണ്ടുവന്നത്. അവിടെ പ്ലാന്റ് കിങ്ഡം എന്നും അനിമൽ കിങ്ഡം ഇങ്ങനെ രണ്ട് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടായിരുന്നു മുഴുവൻ ഓർഗാനിസത്തെയും അവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ടു കിങ്ഡം സിസ്റ്റത്തിന് കുറച്ച് ഡ്രോബാക്സുകളുണ്ട്. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് തന്നെ അത് ഇറ്റ് ഡിഡ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രൊകാരിയോട്ട്സ് ആൻഡ് യൂകാരിയോട്ട്സ്. പ്രൊകാരിയോട്ട്സ് എന്ന് വെച്ചാൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസോട് കൂടിയ ആൾക്കാർ, ഇനി യൂകാരിയോട്ട് എന്ന് വെച്ചാൽ ട്രൂ ആയിട്ടുള്ള ന്യൂക്ലിയസോട് കൂടിയിട്ടുള്ള ഓർഗാനിസംസ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പ്രോകാരിയോട്ടുകളെന്നോ യൂകാരിയോട്ടുകളെന്നോ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല. അതുപോലെ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്നോ മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് എന്നോ അദ്ദേഹം ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് ആൽഗയും നോൺ ഫോട്ടോസിന്തറ്റിക് ഫംഗസിനെയും അദ്ദേഹം എടുത്ത് ഇതിൽ ക്ലാസിഫൈ ചെയ്തിരുന്നില്ല. അപ്പോൾ ടു കിങ്ഡം സിസ്റ്റത്തിൻ്റെ ഡ്രോബാക്കുകൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ അത്രയും പഠിച്ചു വെക്കുക. കോൾ ലിനേസ് ആണ് പ്രപ്പോസ് ചെയ്തതെന്നും പഠിച്ചു വെക്കുക. ഞാനിവിടെ ടു കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. അപ്പോൾ ടു കിങ്ഡം സിസ്റ്റത്തിന് ശേഷം പല സയൻറ്റിസ്റ്റുകളും പല ക്ലാസിഫിക്കേഷൻസ് അവതരിപ്പിക്കുകയുണ്ടായി. ഒരു എക്സാമ്പിളായിട്ട് പറയാം. ടു കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, 3 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, 4 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, 6 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, അങ്ങനെ ഡൊമൈൻ സിസ്റ്റംസ് വരെയുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ഇന്ന് അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് ടു കിങ്ഡം സിസ്റ്റം ഓഫ് ലിനേസിൻ്റെ പഠിച്ചതിന് ശേഷം നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ബൈ ആർച്ച് വിറ്റാക്കർ പ്രപ്പോസ് ചെയ്ത 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ്റെ കാര്യമാണ് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിന് മുമ്പിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാക്കും. 2 കിങ്ഡം പ്രപ്പോസ് ചെയ്തത് കോൾ ലിനേസ് ആണ്. 3 കിങ്ഡം പ്രപ്പോസ് ചെയ്തത് ആരാണ്? 3 കിങ്ഡം പ്രപ്പോസ് ചെയ്തത് ഏണസ്റ്റ് ഹക്കലാണ്. അതുപോലെ 4 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് കോപ്ലാൻഡ് ആണ്. 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് പ്രപ്പോസ് ചെയ്തത് ആർച്ച് വിറ്റാക്കറാണ്. 6 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് കാൾ വോൾസെയാണ്. അപ്പോൾ ഇത്രയും പേരുകൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അല്ലാതെ അതിൽ കൂടുതൽ നമുക്കൊന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ലാത്ത കാര്യമാണ്. 2 കിങ്ഡം സിസ്റ്റത്തിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അടുത്ത തേർഡ് വൺ എന്ന് പറയുമ്പോഴത്തേക്ക് 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം സിസ്റ്റം എന്നാണ് 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിച്ചാൽ 1969 1969 ആരാണ് പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിച്ചാൽ RH വിറ്റാക്കറാണ്. RH വിറ്റാക്കർ എന്ന സയൻറ്റിസ്റ്റാണ്. RH വിറ്റാക്കറാണ് 5 കിങ്ഡം സിസ്റ്റം ക്ലാസിഫൈ ചെയ്തത്. 5 കിങ്ഡംസ് ആയിട്ടാണ് അവിടെ ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്തത്. ആ 5 കിങ്ഡംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ ഈസ് മൊണീറ, second one is protista, third one is നിങ്ങൾ പറഞ്ഞോ ഫംഗസ്, അടുത്ത ഫോർത്ത് വൺ ഈസ് പ്ലാന്റ്. പ്ലാന്റ്സിനെയൊക്കെ പ്ലാന്റ് എന്നാണ് ക്ലാസിഫൈ ചെയ്തത്. ആൻഡ് ഫിഫ്ത്ത് വൺ അനിമലിയ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എങ്ങനെ ഇതൊന്ന് ഒരു സെൻറ്റൻസ് ആയിട്ട് പറയുന്നത്? ഇൻ 1969 RH വിറ്റാക്കർ പ്രപ്പോസ്ഡ് a 5 kingdom system of biological classification in which he arranged the organisms into Monera, Protista, fungus, plantae and Animalia. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒന്നുകൂടെ പറഞ്ഞു. ഓക്കെ. ഇൻ 1969 RH വിറ്റാക്കർ പ്രപ്പോസ്ഡ് എ 5 കിങ്ഡം സിസ്റ്റം ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഹി അറേഞ്ച്ഡ് the organisms into 5 kingdoms such as kingdom Monera, kingdom Protista, kingdom fungus, kingdom plantae and kingdom Animalia. വളരെ എളുപ്പമല്ലേ? ഇപ്പം തന്നെ പഠിച്ചില്ലേ?
ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അപ്പോൾ 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തു. അപ്പോൾ 5 കിങ്ഡം സിസ്റ്റം ആർഎച്ച് വിറ്റാക്കർ എന്ന സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്യുമ്പോൾ അദ്ദേഹം കുറച്ചു ക്രൈറ്റീരിയാസിനെ ഫോളോ ചെയ്തിട്ടാണ് 5 കിങ്ഡം സിസ്റ്റം പ്രപ്പോസ് ചെയ്തത്. വിച്ച് ആർ ദി ക്രൈറ്റീരിയാസ്? ഏതൊക്കെ ക്രൈറ്റീരിയാസ് ആണ് 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഫോളോ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒബേ ചെയ്തിരിക്കുന്നത്, അനുസരിച്ചിട്ടുള്ളത്? അത് പ്രധാനമായിട്ടും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെൽ സ്ട്രക്ചറാണ്. സെൽ സ്ട്രക്ചർ. Second one, body organization. The third one, nutrition mode. Fourth one is reproduction. And the fifth one is, and the final one is phylogenetic relationships. അപ്പോൾ പ്രധാനമായിട്ടും 5 ക്രൈറ്റീരിയാസിനെയാണ് അനുസരിച്ചിട്ടാണ് 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെ ക്രൈറ്റീരിയാസ്? 5 എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു നോക്കേ. സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, ന്യൂട്രീഷൻ മോഡ്, റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് സിസ്റ്റം. എന്താണ് സെൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ സെൽസിൻ്റെ ഓരോ സ്ട്രക്ചറുകൾ. സെക്കൻഡ് വൺ, ബോഡി ഓർഗനൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മുടെ ബോഡി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷനാണ് അല്ലേ. സെല്ലുലാർ ലെവലുണ്ട്, അതുപോലെ തന്നെ ടിഷ്യൂ ലെവലുണ്ട്, ഓർഗൻ ലെവലുണ്ട്, ഓർഗൻ സിസ്റ്റം ലെവലുണ്ട്. നമ്മൾ ഓർഗൻ സിസ്റ്റം ലെവലിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുപോലെ തന്നെ ന്യൂട്രീഷൻ മോഡ്, എന്ത് ടൈപ്പ് ന്യൂട്രീഷൻ ആണ്, ഫോട്ടോസിന്തറ്റിക് ആണോ അല്ലെങ്കിൽ ഓട്ടോട്രോപ്പിക്, ഹെട്രോട്രോപ്പിക്, അതിൽ ഏതൊക്കെയാണ്. അപ്പം അടുത്ത റീപ്രൊഡക്ഷൻ, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ്. എന്തുകൊണ്ട് 5 കിങ്ഡം സിസ്റ്റം ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഇത്ര ഇമ്പോർട്ടൻസ് നൽകി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഫൈലോജനറ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം കൊണ്ടിട്ടാണ്. അതായത് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ് വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഹാവിങ് സം എവല്യൂഷണറി അഫിനിറ്റീസ്, അല്ലെങ്കിൽ എവല്യൂഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആണ് 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആർഎച്ച് വിറ്റാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ എവല്യൂഷന് കൂടി, എവല്യൂഷണറി അഫിനിറ്റീസ് കൂടി അതിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടിട്ട് തന്നെ കുറച്ചുകൂടി അഡ്വാൻറ്റേജസ് ആണ് നമ്മുടെ 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്തൊക്കെ ക്രൈറ്റീരിയാസിനെ ഫോളോ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ ഈസ് സെൽ സ്ട്രക്ചർ, സെക്കൻഡ് ഈസ് ബോഡി ഓർഗനൈസേഷൻ, തേർഡ് വൺ ഈസ് ന്യൂട്രീഷൻ മോഡ് ആൻഡ് ഫോർത്ത് വൺ ഈസ് റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ്. അപ്പം എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞു നോക്കിയേ. സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, ന്യൂട്രീഷൻ മോഡ്, റീപ്രൊഡക്ഷൻ ആൻഡ് ദെൻ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ്. അതിൽ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞ്? ഇറ്റ് ഹാവിങ് സം എവല്യൂഷണറി റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ എവല്യൂഷണറി അഫിനിറ്റീസ് എന്നൊക്കെ പറയാം. അപ്പോൾ എവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ആരുടേത്? 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ബൈ ആർഎച്ച് വിറ്റാക്കർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കിങ്ഡം മൊണീറയ്ക്കകത്ത് പോകാം. നമ്മൾ ഇൻട്രൊഡക്ഷൻ ആ ഒരു സെക്ഷൻ ആർഎച്ച് വിറ്റാക്കറിൻ്റെ സിസ്റ്റം, ആദ്യത്തെ ഏൻഷ്യൻ്റ് ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കിങ്ഡം മൊണീറയാണ്. നോക്കി, ആർഎച്ച് വിറ്റാക്കറിൻ്റെ പ്രകാരം 5 കിങ്ഡംസ് ഉണ്ട്. കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗസ്, കിങ്ഡം പ്ലാന്റ് ആൻഡ് ദെൻ കിങ്ഡം അനിമേലിയ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സമയപരിമിതി നമുക്ക് വേഗം പറഞ്ഞു തീർക്കാം. കിങ്ഡം മൊണീറയ്ക്കകത്താണ് നമുക്ക് പോകേണ്ടത്. കിങ്ഡം മൊണീറ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും സോൾ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് ബാക്ടീരിയാസ് ആണ്. അപ്പോൾ മെജോറിറ്റി ആർ ബാക്ടീരിയാസ് ആർ അണ്ടർ ദി കിങ്ഡം മൊണീറ. ബാക്ടീരിയകളാണ് പ്രധാനമായിട്ടുള്ളത്. നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ബാക്ടീരിയയുടെ ഒരു ക്ലാസിഫിക്കേഷനാണ്. ഫസ്റ്റ് വൺ പഠിക്കാനുള്ളത്. ടെക്സ്റ്റിൽ പടമുണ്ട്, നമ്മളത് വെച്ച് നോക്കി അങ്ങ് പഠിച്ചാൽ മതി. വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ബേസ്ഡ് ഓൺ അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ബാക്ടീരിയാസിൻ്റെ ഷേപ്പിൻ്റെ ബേസിസിലാണ്, അതിൻ്റെ സ്ട്രക്ചറിൻ്റെ ബേസിസിലാണ് ഫസ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പം എല്ലാവരും ഇതേപോലെ ഈ പാട്ട് പാടുന്നത് കൂട്ടങ്ങ് പറഞ്ഞു പോയാൽ മാത്രം മതി. സ്പെറിക്കൽ, കോക്കസ്, റോഡ് ഷേപ്പ്ഡ്, ബാസിലസ്, കോമ ഷേപ്പ്ഡ്, വിബ്രിയം,
സ്പൈറല്ലം എങ്ങനെയൊന്ന് പറഞ്ഞു നോക്കിയേ. അപ്പം സ്പെറിക്കൽ ഷേപ്പിലായിട്ടുള്ള ബാക്ടീരിയയ്ക്ക് ഒരു എക്സാമ്പിൾ ഓഫ് കാറ്റഗറിയാണ് കോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്നൊക്കെ കേട്ടിട്ടില്ല. അടുത്ത റോഡ് ഷേപ്ഡ് ബാസിലസ് ആണ്. അടുത്ത കോമ ഷേപ്ഡ് വിബ്രിയം ആണ്. സ്പൈറൽ സ്പെറിലിയം ആണ്. ഇതൊക്കെ ഈ ടൈപ്പ് ബാക്ടീരിയ, സ്പെറിക്കൽ ഷേപ്പിലിരിക്കുന്ന ബാക്ടീരിയാസ് പൊതുവെ കോക്കസ് എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ റോഡ് ഷേപ്ഡ് ബാസിലസ്, കോമ ഷേപ്ഡ് വിബ്രിയം ആൻഡ് സ്പൈറൽ സ്പെറിലിയം. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയേ, സ്പെറിക്കൽ കോക്കസ്, റോഡ് ഷേപ്ഡ് ബാസിലസ്, കോമ ഷേപ്ഡ് വിബ്രിയം ആൻഡ് സ്പൈറൽ സ്പൈറലം. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ, സ്പെറിക്കൽ കോക്കസ്, റോഡ് ഷേപ്ഡ് ബാസിലസ്, കോമ ഷേപ്ഡ് വിബ്രിയം ആൻഡ് അടുത്തേതാ സ്പൈറൽ സ്പെറിലം, സ്പൈറൽ ഷേപ്പിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പടം നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അതുകൊണ്ട് അപ്പോൾ ആ ടെക്സ്റ്റിൽ ആ ഒരു പടം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. കാരണം എക്സാമിന് ഈ പടം തന്നിട്ട് ഇത് ഏത് ടൈപ്പാണ്, എന്ത് ക്ലാസിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അത് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് ചോദിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി അടുത്തതായിട്ട് മൊണീറയ്ക്കകത്ത് പഠിക്കാനുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ആർക്കി ബാക്ടീരിയ എന്ന സെക്ഷനാണ്. എന്താണ് ആർക്കി ബാക്ടീരിയ? പ്രധാനമായിട്ടും ബാക്ടീരിയസിനെ ആർക്കി ബാക്ടീരിയ എന്നും ആൻഡ് ട്രൂ ബാക്ടീരിയ അല്ലെങ്കിൽ യു ബാക്ടീരിയ എന്നുമാണ് ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ പറയാൻ പോകുന്ന ഇതിനെ കുറിച്ചിട്ടാണ്, ആർക്കി ബാക്ടീരിയയെ കുറിച്ചിട്ടാണ്. ആർക്കി എന്ന വാക്കിൻ്റെ അർത്ഥം ഏൻഷ്യൻ്റ് എന്നാണ്. ഏൻഷ്യൻ്റ് മീൻസ് ഓൾഡ് അല്ലെങ്കിൽ പണ്ട് കാലത്തുള്ള, അങ്ങനെയൊന്നും ഉദ്ദേശിക്കേണ്ട. ഏൻഷ്യൻ്റ് എന്ന വാക്കാണ് ആർക്കി എന്ന വാക്കിൻ്റെ അർത്ഥം. ആർക്കി ബാക്ടീരിയ, പിന്നെ യു ബാക്ടീരിയ, യു മീൻസ് മോഡേൺ ട്രൂ എന്നൊക്കെയാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ ആർക്കി ബാക്ടീരിയക്കകത്ത് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത് നല്ല എക്സ്ട്രീം കണ്ടീഷനിൽ കാണപ്പെടുന്ന ബാക്ടീരിയാസ് ആണ്. ഫൗണ്ട് അറ്റ് എക്സ്ട്രീം ഹാബിറ്റാറ്റ്. എന്താണ് എക്സ്ട്രീം ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്? നല്ല എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റ് അവിടെ കാണും. ഇപ്പോൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പം ടെമ്പറേച്ചർ വെച്ചിട്ട് പറയാനാണെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ടോളറൻ്റ് ആയിരിക്കും. നല്ല 100 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഓർഗാനിസംസ് അത് പെർസിസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എക്സ്ട്രീം കണ്ടീഷൻ, ടെമ്പറേച്ചർ അല്ല മറ്റേതൊരു കണ്ടീഷൻ എടുത്താലും അതിൻ്റെ എക്സ്ട്രീം കണ്ടീഷനിൽ അതിന് സർവൈവ് ചെയ്യാൻ പറ്റുന്നു. അതെന്തുകൊണ്ടാണ് ആർക്കി ബാക്ടീരിയയ്ക്ക് എക്സ്ട്രീം കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ, ആർക്കി ബാക്ടീരിയാസിൻ്റെ സെൽ വാളിലുള്ള സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ആണ്. അതിൻ്റെ സെൽ വാൾ നമ്മൾ കൺസിഡർ ചെയ്താൽ സെൽ വാളിൽ ഇത്തരത്തിൽ നല്ല ഹാർഡനിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ ടോളറൻറ്റ്, റെസിസ്റ്റൻസ് കൊടുക്കുന്ന മെറ്റീരിയൽ മെയ്ഡാണ് സ്യൂഡോമ്യൂറൈൻ. ജനറലായിട്ട് നമുക്ക് പറയാം ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയസിൽ സ്യൂഡോമ്യൂറൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ കാണപ്പെടാറുണ്ട്. ഓക്കെ, അത് പോട്ടെ, നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ട. അടുത്തതായിട്ടും പറയാനുള്ളതെന്ന് വെച്ചാൽ, ആർക്കി ബാക്ടീരിയാസ് എവിടെയാണ് കാണപ്പെടുന്നത്? എക്സ്ട്രീം ആയിട്ടുള്ള ഹാബിറ്റാറ്റിലാണ്. എക്സ്ട്രീം അറ്റ്മോസ്ഫിയറിലൊക്കെയാണ് നമ്മൾ കാണുന്നത് ആർക്കി ബാക്ടീരിയ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ആർക്കി ബാക്ടീരിയയെ കുറച്ച് തിരിച്ചിട്ടുണ്ട്, കുറച്ച് ക്ലാസിഫൈ നമുക്ക് ചെയ്യണം. അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, സാൾട്ടി ഏരിയ, നല്ല ലവണാംശം ഒരുപാടുള്ള മേഖലയിൽ സാൾട്ടി ഏരിയയിലുള്ള ആർക്കി ബാക്ടീരിയയ്ക്ക് പറയുന്ന പേരാണ് ഹാലോഫിൽസ്. അടുത്ത ഹോട്ട് സ്പ്രിങ്സിൽ നല്ല ടെമ്പറേച്ചറാണ്, ഹോട്ട് സ്പ്രിങ്സിൽ കാണപ്പെടുന്ന ആർക്കി ബാക്ടീരിയയാണ് തെർമോ അസിഡോഫിൽസ്. അടുത്ത തേർഡ് വൺ, മാർഷി ഏരിയാസിൽ കാണപ്പെടുന്ന ആർക്കി ബാക്ടീരിയയ്ക്ക് പറയുന്ന പേരാണ് മെത്തനോജൻസ്. നമ്മൾ 3 ടൈപ്പ് ആർക്കി ബാക്ടീരിയ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പാട്ട് പോലെ പറയാം. സാൾട്ടി ഏരിയാസിൽ കാണപ്പെടുന്നതിന് ഹാലോഫിൽസ് എന്ന് പറയും. ഹോട്ട് സ്പ്രിങ്സിൽ കാണുന്നുണ്ടെങ്കിൽ അതിന് തെർമോ അസിഡോഫിൽസ് എന്ന് പറയും. അടുത്ത മാർഷി ഏരിയാസിൽ കാണപ്പെടുന്ന മെത്തനോജൻസ് എന്ന് പറയും. എന്താണ് ഒരു മാർഷി ഏരിയ? ഈ മെത്തനോജൻസ് ഒക്കെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, മെത്തനോജൻസ് എവിടെ കാണപ്പെടും എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. മെത്തനോജൻസ് എന്ന് പറയുന്ന ആർക്കി ബാക്ടീരിയ കണ്ടാൽ അത് മാർഷി ഏരിയാസിലാണ് കാണുന്നത്. ലെറ്റ്സ് ടേക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഇറ്റ് ഫൗണ്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഫൗണ്ട് അറ്റ് ദി ഗട്ട് ഓഫ് റുമിനൻ്റ് അനിമൽസ്. ആദ്യമായിട്ട് നമുക്ക് മനസ്സിലായ കാര്യമാണ്.
ഇറ്റ് ഫൗണ്ട് അറ്റ് ദി ഗട്ട് ഓഫ് റുമിനൻ്റ് അനിമൽസ്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ മെത്തനോജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയസ് കാണപ്പെടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഗട്ട് ഓഫ് റുമിനൻ്റ് അനിമൽസ് ആണ്. എന്താണ് ഈ റുമിനൻ്റ് അനിമൽസ്? റുമിനൻ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റൊമക്കാണ്. നമ്മുടെ റുമിനൻ്റ് സ്റ്റൊമക്ക് അല്ല, ഈ പശുക്കൾ, ആടുകൾ, പശുക്കളുടെയൊക്കെ റുമിനൻ്റ് സ്റ്റൊമക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഫൗണ്ട് അറ്റ് ദി ഗട്ട് ഓഫ് റുമിനൻ്റ് അനിമൽസ്. അപ്പോൾ നമുക്ക് പറയാം റുമിനൻ്റ് അനിമൽസ് കൗസ് എന്നൊക്കെ പറയാം, കൗസ്, ഷീപ്പ് അങ്ങനെയൊക്കെ പറയാം. അപ്പം ഇങ്ങനെയാണ് പറയുന്നത്, ഇറ്റ് ഫൗണ്ട് അറ്റ് ദി ഗട്ട് ഓഫ് റുമിനൻ്റ് അനിമൽസ് ബിക്കം റെസ്പോൺസിബിൾ ടു റിലീസ് മീത്തേൻ ഗ്യാസ്. മീത്തേൻ അറിയാമല്ലോ, CH4. അപ്പോൾ മീത്തേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് മെത്തനോജൻസിൻ്റെ ഇമ്പോർട്ടൻസ്. മെത്തനോജൻസ് ആർ ഫൗണ്ട് അറ്റ് ദി ഗട്ട് ഓഫ് റുമിനൻ്റ് അനിമൽസ് സച്ച് ആസ് കൗസ്, ഷീപ്പ് ഒക്കെ പറയാം. ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ടു റിലീസ് മീത്തേൻ ഗ്യാസ്. അപ്പോൾ മെത്തനോജൻസ് റുമിനൻ്റ് ആനിമൽസിൽ ഉണ്ട്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ ഉത്തരവാദിത്തം എന്താണെന്ന് ചോദിച്ചാൽ അതിന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്? ഇറ്റ് ബിക്കം റെസ്പോൺസിബിൾ ടു റിലീസ്, അവിടെ നിന്ന് റിലീസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. എന്ത്? മീത്തേൻ ഗ്യാസ്. എന്താണ് ഈ മീത്തേൻ ഗ്യാസിൻ്റെ ഇത്ര ഇമ്പോർട്ടൻസ്? ആ ഗ്യാസ് ആണ് എന്ത് പറയുന്നത്, നമ്മൾ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മൾ പാചകവാതകമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും മീത്തേൻസ്. അപ്പം ഈ ഒരു പ്രോസസ്സ് ശരിക്കും എവിടെയാണ് നടക്കുന്നത്? ഇത് മീതേൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ഒരു വീട്ടിൽ മീതേൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, എന്താണത്? ബയോഗ്യാസ് അല്ലേ? ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിച്ചാൽ അവിടെ കാണപ്പെടുന്ന ബാക്ടീരിയസ് ആണ് മെത്തനോജൻസ് എന്ന് പറയുന്നത് ജനറലി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല വൃത്തിക്ക് പോയിട്ട് പഠിക്കുക. സംഭവം എളുപ്പമാണ്, നിങ്ങളെ കൊണ്ട് പറ്റും. ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഫുൾ മാർക്ക് അല്ലാതെ ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് പുറയിലേക്ക് പോവില്ല. കാരണം എന്താ? അങ്ങനെയുള്ള പ്രോബ്ലംസോ ഒന്നും ചോദിക്കത്തില്ലല്ലോ. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഈസി ആയിട്ട് അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മാത്രം മതി. ഒരു പക്ഷേ കഴിഞ്ഞ എക്സാമിന് 1-2 മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മുഴുവൻ മാർക്കും ഇമ്പ്രൂവ് ചെയ്ത് നേടും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവ് വൈബ് ആശംസിച്ചുകൊണ്ടിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് അതുവരേക്കും എല്ലാവർക്കും ബൈ.